بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فجاءته إحداهما تمشي على استحياء قالت إن أبي يدعوك ليجزيك أجرا ما سقيت لنا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, അഥവാ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ യഥാവിധം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കികളുടെ, മുവഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെ ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അല്ലെങ്കിൽ വേർതിരിക്കുന്ന അടിസ്ഥാനപരമായ ഗുണമാണ് വിശേഷ ബുദ്ധി എന്നുള്ളത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ പ്രകൃതിയിൽപ്പെട്ട ഒന്നാണ് ലജ്ജാശീലം എന്നുള്ളത്. മനുഷ്യൻ്റെ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജൈവലോകത്ത് ഇതര സൃഷ്ടികളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്നൊക്കെ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അൽ ഹയാ ആണ്. ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നാണ്. ആദ്യത്തെ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാവും സ്വർഗത്തിൽ വസിക്കവേ പിശാചിൻ്റെ പ്രേരണയാൽ ആ സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിൻ്റെ പേരിൽ അവരുടെ നഗ്നത അവർക്ക് പരസ്പരം വെളിപ്പെട്ടപ്പോൾ ലജ്ജയുള്ളവരായിക്കൊണ്ട് അവർ അവരുടെ നഗ്നത മറക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു എന്നൊക്കെ വിശുദ്ധ ഖുർആനും വളരെ കൃത്യമായിക്കൊണ്ട് നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്ത് ആറാഫിലെ 22-ാമത്തെ വചനത്തിൽ അത് വ്യക്തമാക്കി തരുന്നുണ്ട്. അവരുടെ നഗ്നത വെളിവായപ്പോൾ അത് മറക്കുവാൻ വേണ്ടി രണ്ടുപേരും പരസ്പരം പരിശ്രമിച്ചു എന്നൊക്കെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ലജ്ജ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതു മേഖലകളിലും നമ്മൾ എടുത്തു പരിശോധിക്കേണ്ടതാണ് ലജ്ജ എന്നുള്ള വിഷയം. ലജ്ജ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരിക എന്താണ് ലജ്ജ എന്ന് ചോദിച്ചാൽ നാണമുണ്ടാകുക, അല്ലെങ്കിൽ കുണുങ്ങുക, അതല്ലെങ്കിൽ അപകർഷതാബോധമുണ്ടാകുക എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. സ്വാഭാവികമാണ്. അതൊക്കെ അതിൻ്റെ തലങ്ങളിലൂടെ പോകുന്നതും സ്പർശിക്കുന്നതുമാണ്. പക്ഷേ ലജ്ജ എന്ന് കേൾക്കുമ്പോൾ കുറച്ചുകൂടി നാടൻ ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഉളുപ്പ് എന്നുള്ളൊരു സംഗതിയുണ്ട്.
അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലൂടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു യുവജന സമൂഹത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ പ്രകൃതിയിൽ എല്ലാ മനുഷ്യനും ഹയാ ഉണ്ട്, ലജ്ജയുണ്ട്, എല്ലാ മനുഷ്യനുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നിരീശ്വരവാദി, അയാൾ ഒരു പൊതുസ്ഥലത്ത് മൂത്രമൊഴിക്കുക എന്ന് വിചാരിച്ചോ, അയാൾ എങ്ങനെയായിരിക്കും മൂത്രമൊഴിക്കുക? ആളുകൾ കാണാത്ത രൂപത്തിൽ ഒരു ലജ്ജാശീലയുള്ളവനായിക്കൊണ്ടായിരിക്കും അയാൾ മൂത്രമൊഴിക്കുക. പൊതുവെ എല്ലാവർക്കും ഉള്ളതാണ് ഹയാ എന്നുള്ളത്. പക്ഷേ ഇസ്ലാമിൻ്റെ ഭാഷയിൽ, മതപരമായ ഭാഷയിൽ അത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സ വാച കർമ്മണ മാറി നിൽക്കുന്ന ഒരു പ്രകൃതം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളിൽ ലജ്ജാശീലമുണ്ട്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മളിൽ ലജ്ജാശീലമുണ്ട്. ഭാഷാപരമായി കൊണ്ട് നമുക്കതിനെ അങ്ങനെ വിവക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ എന്തെങ്കിലും കാര്യത്തിന് നാണം കുണുങ്ങിയത് കൊണ്ട് മാത്രമാവുകയില്ല ലജ്ജ എന്ന് പറഞ്ഞാൽ. ആ ഇസ്ലാമിക പരമായി കൊണ്ടുള്ള കാര്യത്തിലൂടെ നമ്മൾ അതിനെ അറിയുകയും പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുമായ ഒരു ഗുണമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ലജ്ജയെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരണ നൽകുക എന്നുള്ളത് ലജ്ജക്ക് വലിയ സ്ഥാനമുണ്ട്. എല്ലാ പ്രവാചകന്മാരും സമൂഹത്തോട് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള വാചകം എന്ന് നമുക്കൊക്കെ അറിയുന്നതോടൊപ്പം തന്നെ ആ സമൂഹത്തിനോട് ആ പ്രവാചകന്മാർ പറഞ്ഞ മറ്റൊരു സന്ദേശമാണ് ലജ്ജ എന്നുള്ളത്. അബൂ മൂസ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന മിമ്മാ അദ്റക الناس മിൻ കലാമിൻ നുബുവത്തിൽ ഊല ഇദാ ലം തസ്തഹി ഫസ്നഉ മാ ശിഅത. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് ആ സമൂഹം കേട്ട ഏറ്റവും വലിയൊരു മെസ്സേജ്, ആ സമൂഹത്തിലേക്ക് ആ പ്രവാചകന്മാർ ഇട്ടുകൊടുത്തൊരു മെസ്സേജ് എന്തായിരുന്നു? ഇദാലം തസ്തഹി ഫസ്നഉ മാ ശിഅത. നിനക്ക് ലജ്ജയില്ലെങ്കിൽ നിനക്ക് തോന്നുന്നത് പോലെ നീ പ്രവർത്തിച്ചു കൊള്ളുക. നിനക്ക് ലജ്ജയില്ലെങ്കിൽ ലജ്ജയില്ലാത്ത മനുഷ്യൻ തോന്നുന്നത് പോലെ പ്രവർത്തിക്കുമെന്നുള്ളതാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചത്. ഇസ്ലാമിക ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരുപാട് പേരെടുത്തു പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു ഖസസിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും രണ്ട് സ്ത്രീകളും തമ്മിലുള്ള സംഭാഷണം ലജ്ജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് എത്തിയ സന്ദർഭം, സന്ധ്യാസമയമായപ്പോൾ ആളുകൾ കാലുകൾക്ക് വെള്ളമെടുക്കുവാൻ വേണ്ടി ഒരു കിണറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രണ്ട് സ്ത്രീകൾ ആ കിണറിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നുണ്ട്. പുരുഷന്മാരായ ആളുകളൊക്കെ ആ കിണറിൽ നിന്ന് വെള്ളമെടുത്ത് അവരുടെ കാലുകൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. രണ്ട് സ്ത്രീകൾ അല്പം മാറി നിൽക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ മാറി നിൽക്കുന്നത് എന്ന്, നിങ്ങൾ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്ന് സ്ത്രീകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ സ്ത്രീകളല്ലേ, പുരുഷന്മാരുടെ തിരക്ക് കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് ആടുകൾക്ക് വെള്ളം കൊടുക്കുവാനുള്ള വെള്ളമെടുത്ത് അവരെ സഹായിക്കുകയും അവർ തങ്ങളുടെ ആടുകളെയും കൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് പോവുകയും ചെയ്ത ചരിത്ര സംഭവം. അല്പം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ രണ്ട് സ്ത്രീകളും അല്ലെങ്കിൽ ആ രണ്ട് സ്ത്രീകൾ തിരിച്ചു വരുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാവ് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ആ സ്ത്രീകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിച്ചിട്ടുള്ളത്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിലൂടെ 25-ാമത്തെ ആയത്തിൽ കൂടി പറയുന്നത്, ഫജാഅത് ഇഹ്ദാഹുമാ തംശി അലസ്തഹിയാഇ ഖാലത് ഇന്ന അബീ യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ ആ 2 സ്ത്രീകളിൽ ഒരാൾ നാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലജ്ജയുള്ളതായിക്കൊണ്ട് മൂസാ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ വെള്ളമെടുത്തുന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ പിതാവ് താങ്കൾക്ക് പാരിതോഷികം നൽകുവാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ട് എന്ന്. അവിടെ ഖുർആൻ പ്രയോഗിച്ചത് അലസ്തഹിയാ, ലജ്ജയുള്ളവരായിക്കൊണ്ട്, നാണം കുണുങ്ങിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ വന്ന് അവർ സംസാരിച്ചു എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന് കാലത്തിനനുസരിച്ച് നാണം കൂടിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇതെല്ലാം തകിടം മറിക്കുന്ന പ്രവണതകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടോടുമ്പോൾ വിശ്വാസികളും അതിൻ്റെ കൂടെ ഓടിക്കഴിഞ്ഞാൽ മറ്റു മതസ്ഥരിൽ നിന്ന് നമ്മൾ എങ്ങനെ വ്യതിരിക്തമാകും? നമ്മൾ വ്യതിരിക്തമാകും? ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നതോടൊപ്പം ആ ഇസ്ലാം പഠിപ്പിച്ചു തന്ന ഗുണഗണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മളത് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പെൺമക്കൾ അല്ലെങ്കിൽ സഹോദരിമാർ, ഭാര്യമാർ എത്രത്തോളം മഴക്കാലത്ത് പുറത്തിറങ്ങിക്കൊണ്ട് റീൽസ് ഇടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വസ്ത്രം നനഞ്ഞുകൊണ്ട് തൻ്റെ ശരീരത്തിൽ പുറത്തു കാണിക്കാൻ പറ്റാത്തത് കാണിച്ചു കൊണ്ടിരിക്കുന്ന LKGയോ UKGയോ LP സ്കൂളിലെ പഠിക്കുന്ന കുട്ടികളല്ല. മറിച്ച് എന്താണ് നാണമെന്ന്, എന്താണ് ലജ്ജ എന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലജ്ജയില്ലെങ്കിൽ അവൻ തോന്നിയതുപോലെ പ്രവർത്തിക്കുമെന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഫസ്നഉ മാ ശിഅത, ലജ്ജയില്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ, സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുമ്പിൽ എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാതെ അങ്ങനെ കാലത്തിന്റെ കുത്തൊഴുക്കിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ആ ഗമനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചത്. നമ്മൾ കുറച്ചു മുമ്പ് തൊപ്പി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മളൊക്കെ കേട്ടിട്ടില്ലായിരുന്നോ? എന്തായിരുന്നു ആ മനുഷ്യന്റെ അവസ്ഥ? തെറി പറയുക, ആളുകളോട് തെറി പറയുക, മുഖ്യസ്ഥാനത്തിലേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചെറിയുക. ഓർക്കണം, നമ്മൾ ഇത്തരം സന്ദർഭത്തിൽ ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് എന്തിനാണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. 127 പേർ അവിടെ ഭക്ഷണം കിട്ടാതെ മരണപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ 87 പേരും കുട്ടികളായിരുന്നു എന്ന് ഇന്ന് നമുക്ക് വാർത്തയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വെടിയുടെ മുഴക്കം കൊണ്ടും അല്ലാതെയും ഒരുപാട് ആളുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മരണപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, ഭക്ഷണം കിട്ടാതെ മരണപ്പെട്ടു പോകുന്ന കുട്ടികൾ നമ്മുടെ മുന്നിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനുകരണങ്ങൾ, ലജ്ജയില്ലാത്തൊരു സമൂഹത്തിന്റെ മുമ്പിലൂടെ നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നതിനുള്ള കാരണം പണ്ട് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അങ്ങാടിയിലൂടെ കുടുംബമായി കൊണ്ട് പോകുമ്പോൾ ഒരു സിനിമയുടെ പോസ്റ്റർ കണ്ടാൽ അതിലേക്ക് നോക്കുന്നത് വല്ലാത്ത പ്രയാസമാണ്. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. നമ്മുടെ വീടുകളിലൊക്കെ എന്ത് ചെയ്ത് വൈഫൈയും മറ്റു കണക്ഷനുകളൊക്കെ ആയിക്കൊണ്ട് വല്യാപ്പയും വല്യമ്മയും എല്ലാവരും കൂടിയിരുന്നു കൊണ്ട് കാണുകയാണ്. നഷ്ടപ്പെട്ടു പോയി നമ്മളിൽ നിന്ന് ലജ്ജ. ഇവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന കുല്ലി ദീനി ഖുലുഖ വഖുലുഖൽ ഇസ്ലാമി അൽ ഹയാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ മതത്തിനും അതിൻ്റെതായ സംസ്കാരങ്ങളുണ്ട്, സ്വഭാവ മര്യാദകളുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞെന്താ അറിയോ? അൽ ഇസ്ലാമുൽ ഹയാ, ഇസ്ലാമിന്റെ സ്വഭാവം ലജ്ജയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരിക. ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിലും അങ്ങാടികളിലും സ്കൂളുകളിലും ക്യാമ്പസുകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ എങ്ങനെ ആയിരിക്കണമെന്ന് കൃത്യമായിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് തർബിയത്ത് നമ്മൾ കൊടുക്കണം. ഇല്ലെങ്കിൽ ലജ്ജയില്ലാത്ത അത്തരത്തിലുള്ള സമൂഹത്തിലുള്ള ആളുകളായിക്കൊണ്ട് മാറി വരുമെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലെ കട്ടിലിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ
നിന്ന് തുണി അല്പം ഒന്ന് നീങ്ങിയിട്ടുണ്ട്. ആ സമയത്തേക്ക് അവിടേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു, മുറിയിലേക്ക് പ്രവേശിച്ചു, അനുവാദം ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു. അബൂബക്കർ എല്ലാം തിരിച്ചുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു. അപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണങ്കാലിൽ നിന്ന് അല്പം വസ്ത്രം നീങ്ങിയിട്ടുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചു തിരിച്ചുപോയി. പക്ഷേ അടുത്തത് വരുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് കണ്ടപ്പോൾ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നതുകൊണ്ട് തൻ്റെ വസ്ത്രമൊക്കെ നേരെയാക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്ന് സംസാരിച്ചു, തിരിച്ചുപോയി. ആയിഷ റളിയല്ലാഹു അൻഹ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചു ആയിഷ റളിയല്ലാഹു അൻഹ, രണ്ടുപേർ വന്നപ്പോൾ അങ്ങയുടെ വസ്ത്രമൊന്നും മാറ്റിയിട്ടില്ലല്ലോ, പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അങ്ങ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അങ്ങയുടെ വസ്ത്രം ശരിയാക്കിക്കൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ മുമ്പിൽ സംസാരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകമുണ്ട്, അലാ അസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹുൽ മലായിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കുകൾ പോലും ലജ്ജിക്കുന്ന ഒരാളെ തൊട്ട് ഞാൻ എങ്ങനെ ലജ്ജിക്കാതിരിക്കുമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 2401 ഹദീസിൽ കൂടി അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാം. അത്രത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലജ്ജയുടെ വിഷയത്തിൽ നമുക്ക് കൃത്യമായിക്കൊണ്ട് മാതൃക പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലജ്ജ എന്നുള്ളത് ഈമാനിന്റെ തെളിവായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ ഖുർറത്ത് ഇബ്നു ഇയാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാന കുന്നാ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫദുകിറ ഇൻദഹുൽ ഹയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് ലജ്ജയെ കുറിച്ച് പറയപ്പെട്ടു. അപ്പോൾ ഫഖാല യാ റസൂലുള്ളാഹ് അൽ ഹയാഉ മിനദ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ലജ്ജ ദീനിൽ പെട്ടതാണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബൽ ഹുവ ദീനുൻ കുല്ലുഹു. അതേ, ദീൻ മുഴുവനും ലജ്ജയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പഠിപ്പിച്ചു കൊടുത്തു. നമ്മളൊക്കെ കേട്ടൊരു ലജ്ജയുടെ ഒരു വാചകമുണ്ടല്ലോ, ഹൽ അയാഹു ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ എന്നുള്ളത് ഈമാനിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഈമാൻ ഒരാൾക്കുണ്ടോ അയാൾക്ക് ലജ്ജ ഉണ്ടാകും എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ വളരെ കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസത്തിന് 60 അല്ലെങ്കിൽ 70 പരം ശാഖകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഹൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. വിശ്വാസത്തിന്റെ ഭാഗമാണ് ലജ്ജ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൽ ഹയാഉ കുല്ലുഹു ഖൈർ. ലജ്ജ മുഴുവനും നന്മയാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഒരുപാട് വചനങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഇന്നൽ ഹയാഅ വൽ ഈമാന ഖുരിനാ ജമീഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈമാനും അഥവാ വിശ്വാസവും ലജ്ജയും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടതാണ്, പൂരകങ്ങളാണ് പരസ്പരം. ഫഇദാ റുഫിയ അഹദുഹുമാ റുഫിയൽ ആഖർ. പ്രവാചകൻ പറഞ്ഞു, അവയിൽ ഒന്ന് ഉയർത്തപ്പെട്ടാൽ മറ്റൊന്ന് ഇല്ലാതാകും. ഒരാളിൽ നിന്ന് ലജ്ജ ഇല്ലാതായാൽ അയാളിൽ നിന്നും ഈമാനും ഇല്ലാതാകും. ഒരാളിൽ നിന്ന് ഈമാൻ ഇല്ലാതായാൽ അയാളിൽ നിന്നും ലജ്ജ നഷ്ടപ്പെടുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചെന്ന. ഇന്നിന്റെ കാലഘട്ടത്തിലൂടെ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ലൈംഗികമായ അരാജകത്വങ്ങൾ എത്രത്തോളം പ്രസവം വരെ ഇന്ന് ലൈവായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈക കൽ അൻആം. ഈ ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യൻ കന്നുകാലികളേക്കാൾ അധപ്പതിച്ചവനാ. എത്ര അർത്ഥവത്തായ വാചക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് അവസാനിച്ചിട്ടില്ല, ബൽഹും അളൽ, അതിനേക്കാൾ അധപ്പതിച്ചവനാണ് എന്ന്. മൃഗത്തേക്കാൾ അധപ്പതിച്ചവനായിക്കൊണ്ട് ലജ്ജയില്ലാത്തവനായിക്കൊണ്ട് മനുഷ്യൻ മാറുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ നിഗലമേഖൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് തഖ്വയുള്ളവരായിക്കൊണ്ട് മാറണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹയാ ഉള്ളവരായി മാറുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്നും പ്രവാചക ജീവിതത്തിൽ നിന്നും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വന്നൊരു റിപ്പോർട്ടുണ്ട്. യു.പിയിൽ സ്ത്രീധനം നൽകാത്തതിൻ്റെ പേരിൽ 30 ദിവസം പ്രായമായ കുഞ്ഞിനെ തല കമഴ്ത്തി അഥവാ കാല് പിടിച്ചുകൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നൊരു രംഗം. സ്ത്രീധനം ലഭിക്കാത്തതിൻ്റെ പേരിലാണ്. ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന ലജ്ജയില്ലാത്തൊരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഉലൈക കൽ അൻആം എന്ന് പറഞ്ഞ് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആൻ കാലത്തോട് സംവദിക്കാത്തതാണ് എന്ന് പറയും നമ്മളൊക്കെ. ബൽഹും അളല്ല്, അതിനേക്കാൾ അധപ്പതിച്ചവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് നമ്മുടെ മക്കളെ തർബിയത്ത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾ എന്ത് വസ്ത്രമിടണം, എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്ന് വിവാഹ രംഗത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അന്യ ക്യാമറ പുരുഷൻ്റെ മുന്നിൽ നമ്മുടെ മക്കൾ എല്ലാം തുറന്നിട്ടുകൊണ്ട് ഫോട്ടോ ഷൂട്ടിംഗ്, സിനിമാ ലോകത്തെ പോലും വെല്ലുവിളിക്കുന്ന ഷൂട്ടിംഗ് പോലുകളാണ് ഇന്ന് നടക്കുന്നത്. ലജ്ജ നഷ്ടപ്പെട്ടു. ആരാ കൊടുക്കുന്നത്? രക്ഷിതാക്കളാണ് ഇതിൽ ലക്ഷങ്ങൾ പൊട്ടിക്കുന്നത്. ആലോചിക്കണം നമ്മൾ. അള്ളാഹിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഒരു സ്ത്രീ അവൻ്റെ മുഖവും മുൻകൈയും ഒക്കെ മറക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. എന്ത് ധരിക്കണം, എങ്ങനെ ഇടണം എന്നൊന്നും നമ്മുടെ മക്കൾക്ക് തർബിയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ലജ്ജ നഷ്ടപ്പെട്ട മക്കളെ നമ്മുടെ മുന്നിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് കാലം ഇങ്ങനെയാണ്, ഞാനും ഇങ്ങനെയാണ് എന്ന് സഞ്ചരിക്കുന്നൊരവസ്ഥയിലൂടെ ഒരു വിശ്വാസി പോകുവാൻ പാടില്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ. യാതൊരുവൻ പഠിച്ചവൻ്റെ സ്ഥാനത്തെ ഭയപ്പെട്ടവൻ, അവനിൽ ലജ്ജയുണ്ടെങ്കിൽ അവനിൽ 4 കാര്യം അവൻ ശ്രദ്ധിക്കണം. ലജ്ജ ഉണ്ടാകുവാൻ അവന് 4 കാര്യം ചെയ്യും. ഒന്ന്, പടച്ചവൻ്റെ സ്ഥാനത്തെ ഭയപ്പെടണം. അള്ളാഹുവിനെ ഏത് സമയത്തും ഭയപ്പെടണം. നമ്മൾ പടച്ചവനെ കണ്ടിട്ടില്ല, അള്ളാഹു നമ്മെ എന്ത് ചെയ്യും? എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത്തത്, മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ചിന്ത. നമ്മൾ ചെയ്യുന്നതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. 3, മനസ്സാക്ഷി ഉണ്ടാകണം. 4, ജനങ്ങൾ കാണുമെന്നുള്ള ഒരു ചിന്തയും നമുക്കുണ്ടാക്കണം, ഒരു ലജ്ജ നമുക്കുണ്ടാക്കണം. ഈ 4 ഗുണങ്ങൾ ലജ്ജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. ഇച്ഛയുടെ പിന്നിൽ, മറ്റൊരാളുടെ പിറകിൽ ലജ്ജ നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യൂല, അവസാനിപ്പിക്കുകയില്ല. ഏതൊരു രംഗത്തും അവിടേക്കൊരു വിശ്വാസി സൂക്ഷ്മത കാണിച്ചുകൊണ്ട് ലജ്ജയുള്ളവനായിക്കൊണ്ട് മാറുമെന്നുള്ളതാണ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചത്. അങ്ങനെ ലജ്ജാശീലയുള്ളവരായിക്കൊണ്ട് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുവാനും ആ ഗുണം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖും ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊക്കെ അറിഞ്ഞതുപോലെ നമ്മുടെ ഈ സലഫി മസ്ജിദിൻ്റെ മുൻ ഭാരവാഹി കൂടിയായിക്കൊണ്ടുള്ള സി അലവിക്കുട്ടി, അദ്ദേഹം ഇന്ന് രാവിലെ മരണപ്പെട്ടിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുക, ഇന്ന് 4:30 നമസ്കാരം താഴത്തെ പള്ളിയിൽ വെച്ചിട്ടാണ്. എല്ലാവരും നമസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിനെ ഖബറിലേക്ക് വെക്കുന്നതിലൊക്കെ നമ്മളെന്ത് ചെയ്യുക, പങ്കെടുക്കുക. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരേതന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. പരേതനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള വെളിച്ചവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം ചെയ്ത എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായിക്കൊണ്ട് അദ്ദേഹത്തിന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർ വാലിദൈനാ മിനന്നാർ, യാ മുഖല്ലിബൽ ഖുലൂബ് തഫ്ബിത് ഖുലൂബനാ അലാ ദീനിക്.
اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.